2017 നവംബർ ഡിസംബർ മാസങ്ങളിൽ ഒരാഴ്ച നീണ്ടുനിന്ന മ്യാൻമർ ബംഗ്ലാദേശ് സന്ദർശനം പൂർത്തിയാക്കി വത്തിക്കാനിലേക്കുള്ള മടക്കയാത്രയിൽ പ്രത്യേക പേപ്പൽ വിമാനത്തിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ 2018 ഇന്ത്യയിൽ വരുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് താൻ ഇന്ത്യയെ സ്നേഹിക്കുന്നുവെന്നും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 2018 ഇന്ത്യ സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നതായും എല്ലാം ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്നും ഇന്ത്യ ഒരു വലിയ രാജ്യമായതിനാൽ ഒരു പ്രത്യേക പര്യടനം തന്നെ ആവശ്യമാണെന്നും മാർപ്പാപ്പ വിശദീകരിച്ചിരുന്നു. 2021 ജനുവരിയിൽ കർദിനാൾ പ്രധാനമന്ത്രിയെ സന്ദർശിച്ച അവസരത്തിൽ പാപ്പായുടെ ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ചുള്ള ആഗ്രഹം പ്രധാനമന്ത്രി പ്രകടിപ്പിച്ചു. തുടർന്ന് ആ വർഷം തന്നെ പ്രധാനമന്ത്രി ഔദ്യോഗികമായി പാപ്പായെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. 2024 ഉച്ചകോടിയിൽ പങ്കെടുത്ത അവസരത്തിലും പ്രധാനമന്ത്രി മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നു. എന്നാൽ ചില ആരോഗ്യ കാരണങ്ങളാൽ അത് നീണ്ടുപോയി. ഇന്ത്യയുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു പ്രത്യേക അടുപ്പം കാത്തുസൂക്ഷിച്ചിരുന്നു. 2018 പ്രളയകാലത്തും വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിലും മാർപ്പാപ്പയുടെ ആശ്വാസ സന്ദേശം ഇന്ത്യക്ക് ലഭിച്ചു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലും ഇന്ത്യയുമായുള്ള സ്നേഹബന്ധം പാപ്പ ഊന്നി പറഞ്ഞു. മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനം വിശ്വാസികളടക്കം ലക്ഷക്കണക്കിന് ആൾക്കാരുടെ സ്വപ്നമായിരുന്നു. കേരളത്തിലടക്കം ഇന്ത്യ മുഴുവനും സന്ദർശിക്കുവാനാകും എന്ന പാപ്പായുടെ പ്രതീക്ഷ ഇനി ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിൽ എന്നും ഒരു നോവായി തുടരും. നാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.